കാവ്യ നമ്മുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. കാവ്യയെ കൊണ്ട് രണ്ടുപേര് പാട്ട് ഞാൻ പാടിക്കും. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കാവ്യ, മലയാളിയുടെ പ്രിയപ്പെട്ട കാവ്യ മാധവ്. കാവ്യ നല്ല കവിയത്രിയാണ്. കവിത ഒന്ന് പാടും ചുമ്മാ. കാവ്യ എഴുതിയ കാവ്യതലങ്ങല്ലേ, കാവ്യതലങ്ങളിലെ ഒരു കവിത രണ്ടുപേര് കഴിഞ്ഞിട്ട്. ഞാൻ എഴുതിയ പാട്ടിലുള്ള പാട്ട് പാടുന്നില്ല കേട്ടോ. ഞാൻ വേറെ പാട്ട്, സിനിമ പാട്ട് പാടോ? സിനിമാ പാട്ട്. മീശമാധവനിലെ പാട്ട് പാടോ? കാവ്യ ഈ പാട്ട് പാടുമ്പോ മീശമാധവനിൽ ഒരു കൊച്ചുകുട്ടിയായിട്ട് അഭിനയിച്ച ഒരാളുണ്ടായിരുന്നു. സനുഷ ഇവിടെ വിളിക്കട്ടെ. സനുഷ ഇവിടെ. ഇതൊരു അപൂർവ സംഗമമാണ്. സനുഷ പ്ലീസ് സ്റ്റേജിലേക്ക് വാ. കൊച്ചുകുട്ടി വലുതായല്ലേ? എന്നെക്കാളും നീളം വെച്ചല്ലേ? പാടാം, തുടങ്ങാം. അല്ല അങ്ങനെയൊന്നും വേണ്ട, ഞാൻ രണ്ടുപേര് പാടുള്ളൂ. മ്യൂസിക് ഒന്നും വേണ്ട. അല്ല എന്നാലും മ്യൂസിക് ഒന്നും ഇല്ലാണ്ട് പാടാട്ടോ. പിന്നെ ഞാൻ പാട്ട് പാടി കഴിഞ്ഞാൽ നന്നായിട്ട് കൈയടിക്കണം കേട്ടോ. എന്താ അറിയോ, പിന്നെ നിങ്ങൾ കൈയടിക്കണ വരെ ഞാൻ പാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കൈയടിക്കണം കേട്ടോ. പാടി കഴിഞ്ഞിട്ട് പാട്ടെ. മ്യൂസിക് വേണ്ടാട്ടോ. പിച്ച് വെച്ചിട്ടുണ്ട്. റെഡി. എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന എനിക്കല്ലേ, കിലുങ്ങാക്കിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമൊട്ടെ, പിണങ്ങാൻ എന്താണ് ഹൊയ് 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 ഹൊയ്, പിണങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ് എൻ്റെ എല്ലാം അല്ലേ, എൻ്റെ ചേലത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ. ഇതാണ് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞത്. അടുത്ത പാട്ട് പാട്ടെ. അടുത്ത പാടിക്കോ? അടുത്ത പാട്ട് ഞാൻ ഉദ്ദേശിച്ച അത്ര നിങ്ങളെ കൈയടിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഇനിയും പാടും. എനിക്ക് എന്താ അറിയോ, ഈ സ്റ്റേജിൽ വന്നപ്പോ ഉണ്ടായിരുന്ന ഒരു ഓർമ്മയാണ്. ഈ സ്റ്റേജിൽ ഞാൻ ആദ്യമായിട്ട് ഈ സ്റ്റേജിൽ കയറിയപ്പോൾ ഞാനൊരു മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മമ്മുഞ്ഞി മാഷ് ഇവിടെയാണ്. മാഷെ ഓർമ്മിച്ചുകൊണ്ട് നമിച്ചുകൊണ്ട് രണ്ടുപേരും. ശരി, മാപ്പിളപ്പാട്ട്. ഇതുവരെ മാപ്പിളപ്പാട്ട് ഉണ്ടായിരുന്നില്ല. കാവ്യ വന്നു ഒരു മാപ്പിളപ്പാട്ട് പാടാനായിട്ട്. ഇത് ഏത് ഭാഷയൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് കേട്ടോ. നീലീശ്വരം ഭാഷയിൽ പാടിയത്. കടിത്തിടും പൊഴുതവൻ കടുമയിൽ കുന്തമെടുത്തു കുത്തിടയതു ഫലിത്തിട തുടങ്ങരുത്തിന ചടിപ്പിടിത്ത് കുന്തവും മുറിത്തതീകളവാൻ കമർന്നത്തെ കടുകടിനമി കടിയടി പിടിയൊടുവിട ചെടുത്ത് തായവുമേ സകലവും ചടുത്ത് തോഴിയുമേ. കടുത്തിടും പൊഴുതവൻ കടുമയിൽ കുന്തമെടുത്തു കുത്തിടയതു ഫലിത്തിട തുടങ്ങരുത്തിന ചടിപ്പിടിത്ത് കുന്തവും മുറിത്തതീകളവാൻ കമർന്നത കടുകടിനം കഴിയടി പിടിയൊടുവിട ചെറുത്ത് തായവുമേ സകലവും ചടുത്ത് തോഴിയുമേ. ഓക്കെ, ഇനി പാട വേണ്ട. താങ്ക് യു സോ മച്ച്. കൈയടിച്ചതിന്, പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി, നമസ്കാരം.